ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാനൊരു അണ്ണാൻകുഞ്ഞിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ. ഇവനാണ് എൻ്റെ വീട്ടിലെ അല്ലുവാവ. ഇവനെനിക്ക് കിട്ടിയിട്ട് ഏകദേശം 4 ആഴ്ചകളായി കേട്ടോ. അപ്പോൾ നമ്മുടെ മറിയാമ്മ കൊണ്ടുവന്നതാണ് ഇവനെ. അപ്പോൾ മറിയാമ്മ അവളെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് അവൾ കിടന്ന് വിളിക്കുന്ന കേട്ടുകൊണ്ട് ഞാൻ ഓടിച്ചെന്നതാണ് കേട്ടോ. അപ്പോൾ മറിയാമ്മ അവളെ മക്കളെയാണ് വിളിച്ച് വരുത്തിയത്. പക്ഷേ ആ മക്കളെത്തും മുന്നേ ഞാൻ എത്തിയതുകൊണ്ട് ഈ പുള്ളിക്കാരനെ എനിക്ക് സേഫായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ അല്ലു എന്നാണ് ഇവർക്ക് പേരിട്ടത്, ഇവന് പേരിട്ടത്. അപ്പോൾ ആൾക്ക് ഇത്രയും നാൾ ഞാൻ കവർ ചെയ്താൽ നമ്മുടെ നെസ്ലയുടെ പത്തിൻ്റെ പാൽപ്പൊടിയാണ് ഇങ്ങനെ കലക്കി കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് 4ാമത്തെ പാക്കറ്റാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ ഇത് ആൾ കുടിച്ചു കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇതിന് വയറ്റിൽ പിടിക്കാതെയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആൾ ഇത്രയും ഇതിനേക്കാൾ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഇത്രയും വലുതായില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ടൈറ്റായിട്ടുള്ള ഫുഡ് കൊടുത്ത് തുടങ്ങാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് പാർലേജിയുടെ ബിസ്ക്കറ്റ്, ഒരു ബിസ്ക്കറ്റിൻ്റെ പകുതി എടുത്തില്ല കേട്ടോ, കാൽ ഭാഗം എടുത്ത് നെസ്ലയുടെ പാൽപ്പൊടിയിൽ കലക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൾ കുടിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിന് പഴമൊക്കെ കൊടുത്ത് തുടങ്ങാമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തുടങ്ങും, ഇത്രയൊക്കെ ആയില്ലേ, ഇത് ഭക്ഷണം കഴിക്കാറായി എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു പേടി, ആൾ ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ കൊടുക്കാനൊരു മടി. അപ്പോൾ ഈ കൊടുക്കാറായോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇച്ചിരി പാൽപ്പൊടിയിൽ ബിസ്ക്കറ്റ് കലക്കി കൊടുത്തിട്ടുണ്ട്. ആൾ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കഴിച്ചിട്ട് ആൾ നല്ല ഉറക്കമാണ്. കറണ്ട് പോയി കേട്ടോ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ക്ലിയർ ഉണ്ടാവുമോ എന്നറിയില്ല. ആൾ നല്ല വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടി പുറത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പടിച്ചിട്ട് നനവൊക്കെ അടിച്ച് ചെറിയൊരു വിറയൽ പോലെ ഉണ്ട്. എന്തായാലും ആളിപ്പോൾ സേഫാണ്. ഇനി ഞാൻ ഇവനെ കുറച്ചുകൂടി വെയിലൊക്കെ വരുമ്പോൾ ഒന്ന് ചൂടുവെള്ളം ഒന്ന് ചെറിയ തണുപ്പിച്ചിട്ട്, അതായത് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ എൻ്റെ മേലൊക്കെ മണ്ടയൊന്നും കഴിയത്തില്ല, ഈ താഴ്ഭാഗം, കാരണം ഇവിടുത്തെ ബിസ്ക്കറ്റൊക്കെ പറ്റി എപ്പോഴും ഞാൻ 2-3 ദിവസത്തിലൊരിക്കലും ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവർക്കൊരു ഈർച്ചക്കേട് ഉണ്ടാവില്ലേ, ആ ഒരു എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല വെയിലായാലേ ചെയ്യുള്ളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് വിറയൽ വരും. അപ്പോൾ ആളിപ്പോൾ പാല് കുടിച്ചിട്ട് കയ്യിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു വിറയൽ പോലെ പുള്ളിക്ക്. വാവേ, അല്ലുവേ, എന്താ, എന്ത് പറ്റി? ഒരിക്കൽ ഇതിന് മുന്നേ ഞാനിതുപോലെ കട്ടിലിരുന്ന് പാല് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്ന നേരത്തിന് പുള്ളി എടുത്തെങ്കിൽ ചാടി. അതിനുശേഷം ഞാൻ എപ്പോഴും അലേർട്ടാണ്, ഇതിന് എപ്പോൾ എടുത്ത് വെച്ചാൽ ഞാൻ നോക്കിയിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വീണിനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഞാൻ ഇടവിട്ട് ഇങ്ങനെ പാല് കലക്കി കൊടുക്കും കേട്ടോ. മാവേ, എൻ്റെ ഒരു സ്ഥലത്തിരിയടാ. രാത്രിയിലൊക്കെ 12 മണിക്ക് എഴുന്നേറ്റ് ഒരു വട്ടം ഇങ്ങനെ പാല് കലക്കി കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ. ആൾ നല്ല ഉറക്കമായിരിക്കും, വേറെ ബഹളമൊന്നും വെക്കത്തില്ല, വിളിക്കുന്നില്ല. സാധാരണ ചിലപ്പോഴൊക്കെ വിളിക്കും, വിശന്നെന്നും പറഞ്ഞ് അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല വയറ് ഫുള്ളായിരിക്കുകയാണ്. ഒരു തവളേനെ എത്രയായി. അയ്യോ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടിക്കളയും. അതാണ് ഇതിൻ്റെ കുഴപ്പം. എന്താ, ഒരു സ്പൂൺ പാലെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഇവൻ്റെ മൂക്കിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് കൂടെ കലക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പേടി, കാരണം ബിസ്ക്കറ്റൊക്കെ മുക്കി കയറി വലിയ പാടല്ലേ. പാലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്താ, ഇന്നലെയാണ് ഒരു കണ്ണ് തുറന്നത്, മറ്റേ കണ്ണ് മെനിഞ്ഞാന്ന് തുറന്നു. ആദ്യം ഇടത്തെ കണ്ണാണ് തുറന്നത് കേട്ടോ. ഇപ്പോൾ 2 കണ്ണും ഓപ്പണായി. പക്ഷേ കണ്ണ് തുറന്നതിന് ശേഷം ആൾ ഭയങ്കരമായിട്ട് എൻ്റെ അമ്മയെ തേടി നടക്കുക കേട്ടോ. മറ്റേ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. എന്താണെന്നറിയില്ല, പുള്ളിക്കാരൻ നല്ല വിറയലാണിപ്പോൾ. എന്ത് പറ്റിയടാ പാവേ? പക്ഷെ ഭയങ്കര ഇണങ്ങിയിട്ടില്ല കേട്ടോ, കമ്പനിയൊന്നും ആയിട്ടില്ല. ആളിങ്ങനെ പാല് കുടിക്കും, കിടന്നുറങ്ങുന്നല്ലാതെ ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്തത്ര ഒരു അറ്റാച്ച്മെൻറ്റ് ആയില്ല. നല്ല വിറയലുണ്ട് പുള്ളിക്ക്. ഇനി കുറച്ച് നേരം വെയിൽ വന്നിട്ടില്ല, ഇന്ന് നല്ല മഴക്കോളുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇനി കുറച്ച് നേരം വെയിലത്തൊന്ന് കൊണ്ടാക്കി നോക്കട്ടെ, മുറ്റത്തേക്കൊന്ന് പോയിട്ട് വരാം. ഇനി ഇവൻ എന്തൊക്കെയോ കൊടുക്കാൻ ഭക്ഷണം കഴിക്കാറായോ എന്നെനിക്കറിയില്ല. ആയി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുത്തു തുടങ്ങാമല്ലോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം വെയിലത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.